ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റുഡിയോ ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്ന ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഐ എം സോ എക്സൈറ്റഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇവിടെ എന്താ ഈ കാട്ടി കൂട്ടണേ, എന്തിന് വെയിറ്റ് ചെയ്തു എന്നാ പറയണേ? അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം എന്തിന് വെയിറ്റ്. എന്റെ മുഖത്ത് ഇത്ര സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഗൈസ്. FT ഉണ്ട് ഒരു കിറ്റ് ആണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവരുടെ പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ടത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര എന്ത് ക്യൂട്ടായിട്ട് അറിയോ പാക്കേജിങ്. അടിപൊളി സ്മെല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പുതിയതായിട്ട് വരുന്ന സാധനങ്ങളുടെ ഒക്കെ. അത് അടിപൊളി എടുത്ത് പറയണ്ട കേട്ടോ ഇവരുടെ പാക്കേജിങ്. സത്യം പറയാൻ നല്ല കിഡിലും പാക്കേജിങ് ആണ്, ഭയങ്കര ക്യൂട്ട്. എങ്ങനെ മീൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അവർ അറേഞ്ച് ചെയ്ത പോലെ അത്രയും പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഒരു സംഭവം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിനകത്താണ് നമ്മുടെ പ്രൊഡക്ട്സ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വിറ്റമിൻ സിയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട്, പിന്നെ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു നൈറ്റ് ക്രീം ഉണ്ട്. FTന്റെ പക്ക ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഗായ്സ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്താണ്, കഴിഞ്ഞപ്പം വീണ്ടും വാങ്ങിച്ചാണ് കേട്ടോ. നല്ല കിഡിലൻ കിഡിലൻ കിഡിലൻ. സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് എന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നു തുടങ്ങി കേട്ടോ. മറ്റേത് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ടാൻ ഒക്കെ ആയിട്ട് എടുക്കായിരുന്നു. അപ്പൊ ഇത് ഒന്നാണ് ഇവരുടെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു വിറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. പേര് പോലെ തന്നെയാണ് കേട്ടോ. 5% നാച്ചുറൽ വിറ്റമിൻ സി ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അതിന്റെ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതിന് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മുടെ ഫേസിൽ ക്ലൈമറ്റ് കൂടെ നമ്മുടെ ഫുഡ് കൂടെ ഒക്കെ കുറെ വേസ്റ്റ് ടോക്സിൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ലേ, അതൊക്കെ റിമൂവ് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള ഫേസ് വാഷ് കൂടിയാണ് കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് മീൻസ് നമ്മൾ ഈ വിറ്റമിൻ സി സീറം ഒക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലത്തെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേസ് വാഷ് ആണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ് കാണുന്നത്. കാരണം മീൻസ് ഈ വിറ്റമിൻ സി ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെയർ ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ നമുക്ക് വാങ്ങിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കില്ലേ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തീരുമ്പോ വാങ്ങിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ 5% മാത്രമേ ഉള്ളൂ വിറ്റമിൻ സി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് കോംബോ ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടില്ലേ, നമ്മുടെ ഫേസിന് ആപ്റ്റ് ആവുന്ന രീതിയാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ഈ ഒരു സ്കിന്നിന്. കാരണം എന്റെ സ്കിൻ ടൈപ്പ് ചില സമയത്ത് കൂടുതൽ ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, അന്നേരം സെൻസിറ്റീവ് സ്കിന്നായിട്ട് മാറും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട് ചില ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. ഈ ഫേസ് വാഷിന് ആ ഒരു കുഴപ്പമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ ഫേസ് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റും ചുളിവുകൾ വരിക, റിങ്കിൾസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഡിലനാണ് ഗായ്സ്. നന്നായിട്ട് കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നന്നായിട്ട് പതയൂട്ടെ നമ്മുടെ സ്കിന്നിൽ. മീൻസ് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക. ഇത് യൂസ് ചെയ്യേണ്ട രീതി അറിയാമല്ലോ, നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മീൻസ് ചില ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, കുറച്ച് മീൻസ് കുറെ ക്വാണ്ടിറ്റി എടുക്കണം നന്നായിട്ട് പതയണം എന്നുണ്ടായാലും. ഇത് അങ്ങനെയൊന്നും ഇല്ല, ഭയങ്കര ലൈറ്റർ ഫോർമുലയാണ്. നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. ഇത് പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്ത് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോകും. കണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഗ്ലോ വന്ന് കണ്ടോ. ഇതാണ് ഗൈസ് ഇതിന്റെ റിസൾട്ട്. കിഡിലൻ സൂപ്പർ ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇവരുടെ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ. സൺസ്ക്രീൻ വേറെ മോയ്സ്ചറൈസർ വേറെ അപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. മീൻസ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ കുറെ ആൾക്കാർക്ക് മടിയല്ലേ ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ റൂട്ടീന് സൺസ്ക്രീൻ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മടിയാണ് കുറെ ആൾക്കാർക്ക്. ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആകുമ്പോൾ നമുക്ക് എന്ത് വേണ്ട, പ്രത്യേകം മടി വേണ്ട. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ എത്തും. ആഹാ കൊള്ളാലോ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാട്ടോ. ഫസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ഇത് നന്നായിട്ട് തന്നെ സൺബേൺ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. മീൻസ് നമ്മൾ വെയിലത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു പൊള്ളൽ പോലെ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ. മീൻസ് ഓവറായിട്ട് ആ ഉച്ചത്തെ വെയിലും ഇപ്പോഴത്തെ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും ഉച്ചത്തെ വെയിലൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഏത് ടൈമിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു പൊള്ളൽ വരില്ല നമ്മുടെ സ്കിന്നിൽ, അത് പ്രിവെന്റ് ചെയ്ത് സ്കിൻ നല്ല
കൂൾ മീൻസ് ആന്റി ഏജിങ് പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മോയ്സ്ചറൈസർ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ അറിയാലോ, നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ, ടാനിങ് ഒക്കെ കളഞ്ഞ് ഫേസ് ഒരു ഇഷ്യൂസും കൂടാണ്ട് കേടുപാടും കൂടാണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ്. അത് 50 SPF അബവ് ആണ് കേട്ടോ. അതായത് നട്ടപ്പുറ വെയിലത്ത് പോലും നമുക്ക് ധൈര്യമായിട്ട് ഇട്ടിട്ട് പോവാം. ഒരു സൺബേണോ മീൻസ് മുഖം കരിയ പോയിട്ട് വെയിലിനൊന്നും തോടാൻ പോലും പറ്റില്ല ഗൈസ്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പർക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേർത്ത് സൺസ്ക്രീൻ ഒലിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്യൂട്ടായിട്ട് തന്നെ കിടക്കും കേട്ടോ. മീൻസ് ഒരു വൈറ്റ് കാസ്റ്റ് പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സ്കിന്നിന് സൺസ്ക്രീൻ ഇട്ടതുപോലും അറിയില്ല. അത്ര അടിപൊളിയാണ്. ഒരു മേറ്റ് ഫിനിഷിലാണ് ഇത് കിടക്കാട്ടോ. അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല സ്യൂട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു സൺസ്ക്രീൻ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് പറയുന്നത് നിയാസിനമൈഡ് ആണ് കേട്ടോ. നിയാസിനമൈഡ് അറിയാലോ. നിയാസിനമൈഡ് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഓയിൽ കൺട്രോളിങ്ങിന് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ നിയാസിനമൈഡ് സീറംസ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മുടെ ഫേസിൽ ആക്നേസ്, പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് സൺസ്ക്രീനിൽ വരുമ്പോൾ മീൻസ് നമ്മൾ ചിന്തിക്കണം, അത്രയും ബെനിഫിറ്റ്സ് ഉള്ളൊരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ, അതിന്റെ കൂടെ തന്നെ വേറെയും കുറെ ബെനിഫിറ്റ്സും. കോളടിച്ചല്ലോ, അതാ പറഞ്ഞ അടിപൊളിയാണ്. ഈ ഒരു കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വേറെ ഒരു പ്രൊഡക്ട്സും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സിറംസോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും, ഫേസ് വാഷോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ഫേസിന് ഹാർംഫുൾ ആയിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റൻ ഔട്ട് ഓഫ് ഫേസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു എന്താ പറയാ, ഇൻസ്റ്റന്റ് ആയിട്ടൊന്നൊരു ഒരു ബ്രൈറ്റ്നെസ് ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ പിഗ്മെന്റേഷൻ ഒക്കെ തടഞ്ഞ് നല്ല കിഡിലൻ സ്കിന്നാക്കി വെക്കും ഗായ്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നെക്സ്റ്റ് ആയിട്ട് ഗായ്സ് നമ്മുടെ മെയിൻ മുതലാണ് ഇതിലെ F2ന്റെ നൈറ്റ് ക്രീം. അടിപൊളി ഒരു സംഭവമാണ് ഗായ്സ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഞെട്ടും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ക്രീമാണ് ഗ്ലൂട്ടാതയോൺ സാൻഡൽ ടർമറിക്. ഗ്ലൂട്ടാതയോൺ എല്ലാവർക്കും അറിയാലോ, നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് ആയിട്ടും മെഡിസിൻ ആയിട്ട് ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ നല്ല കൂടിയ പൈസക്ക്. ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എത്ര രൂപ? 15,000. അത്ര കൂടിയ വിലക്കൊക്കെ എടുക്കുന്ന ഒരു സംഭവം മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇത് നൈറ്റ് ക്രീമാണ്. പിന്നെ സാൻഡൽവുഡ് അറിയാലോ, ഫേസിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാൻഡൽവുഡ്. നെക്സ്റ്റ് ആയിട്ട് ടർമറിക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയറിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ടർമറിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല കിടിലനായിരിക്കും ഗായ്സ്. ഗ്ലൂട്ടാതയോൺ, സാൻഡൽ, ടർമറിക് ഇത് 3 മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റർ ആൻഡ് വൈറ്റൻ ആക്കും കേട്ടോ. മീൻസ് ഈ കണ്ണിന് ചുറ്റും വരുന്ന പിഗ്മെന്റേഷൻ, ചുണ്ടിന് ചുറ്റും വരുന്ന ടാനിങ്, പിഗ്മെന്റേഷൻ, അതേപോലെ തന്നെ സൺബേൺ ഇതൊക്കെ ഒഴിവാക്കി. മീൻസ് ഇനിയിപ്പോ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു രോമങ്ങളൊക്കെ ഇല്ലേ, ഈ ടർമറിക് ഒക്കെ മെയിൻ ആയിട്ട് വരുന്ന അതാണല്ലോ. ഈ കുഞ്ഞു രോമങ്ങൾ കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല കിഡിലനാക്കിയിട്ട് നമ്മുടെ ഫേസിനെ വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇത് നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം ഡേ ടൈമിലാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഫേസ് വാഷ് ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. അപ്പൊ നമുക്ക് ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ F2ന്റെ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങുക. എന്നിട്ട് രാവിലെ F2ന്റെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു കിറ്റ് F2ന്റെ ഈ ഒരു കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു പ്രൊഡക്ട്സും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അത്ര അടിപൊളിയാണ്. ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്നും യങ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇങ്ങനെ തൂങ്ങണ പ്രശ്നങ്ങളൊക്കെ വരില്ലേ ചില ആൾക്കാർക്ക്, ഫേസിൽ കവിള് തൂങ്ങുക, ഈ എന്താ പറയാ ഡബിൾ ചിന്നൊക്കെ വരുന്ന പ്രശ്നമില്ലേ, അതൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം യൂസ് ചെയ്താൽ മതി. 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ യൂസ് ചെയ്യുക. ഡേ ടൈമിൽ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ F2ന്റെ ഫേസ് വാഷ്, വിറ്റമിൻ സി ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഇടവിട്ടിട്ട് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മീൻസ് നൈറ്റ് ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യണം,
ശേഷം നമ്മൾ വിറ്റമിൻ സി ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റമിൻ സി ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. നല്ല വിസിബിൾ ആയിട്ടുള്ള നല്ല കിഡിലും ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അത്ര അടിപൊളിയാണ് ഗൈസ്, ഞാൻ വെറുതെ പറയല്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വേറെ ഒരു സിറംസോ നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. മീൻസ് ഫേസ് വാഷ്, നല്ല ഗ്ലോയിങ് ഫേസ് വാഷ്, വിറ്റമിൻ സി ഫേസ് വാഷ് ഒക്കെ റെയർ ആണ് കേട്ടോ. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലും സെർച്ച് ചെയ്ത് നോക്കും, വിറ്റമിൻ സി ഫേസ് വാഷ് ഒക്കെ ഭയങ്കര റെയർ ആണ്, നമുക്ക് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത്ര പ്രൊഡക്ട്സ് മാത്രം കൊണ്ടുപോയാൽ മതി. നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും കുറെ വലിച്ചു വാരി ഇടുന്നതിന് പകരം ഈ 3 സംഭവങ്ങൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗിൽ കുറച്ചുകൂടി സ്പേസസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഭയങ്കരമായിട്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാട്ടോ. മീൻസ് ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ല. മെൻസ്, വിമൻസ്, ഗേൾസ്, ബോയ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ 13 വയസ്സിന് മുകളിലുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ, അല്ലാത്തവർ യൂസ് ചെയ്യണ്ട. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ISO സർട്ടിഫൈഡ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആയുർ സേഫ് ആണ്. മീൻസ് ആയുർ സേഫ് മീൻസ് നാച്ചുറൽ ആണ്, സേഫ് ആണ്. നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ഇറിറ്റേഷനോ യാതൊരുവിധ പ്രോബ്ലംസോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല. ഈവൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സ്കിന്നിന് പോലും നല്ല ആപ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന പ്രൊഡക്ട്സ് ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരുവിധ പേടിയും പേടിക്കേണ്ട കേട്ടോ. എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരോ ഇറിറ്റേഷൻ ഉണ്ടാവുമോ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ ആയിരിക്കും. പിന്നെ പറയേണ്ടത് പാരബൻ, സൾഫേറ്റ്, ആൽക്കഹോൾ ഇതേപോലെയുള്ള നമ്മുടെ സ്കിന്നിനെ കേടുവരുത്തുന്ന ഇൻഗ്രീഡിയൻസ് യാതൊന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാം തന്നെ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തോന്ന് ആലോചിക്കാം. നിങ്ങളുടെ ഓർഡർ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ Instagram ID, വാട്സ്ആപ്പ് നമ്പർ, സൈറ്റ് ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വാട്സ്ആപ്പ് നമ്പർ ഞാൻ അവിടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കമന്റ് ബോക്സിൽ പിൻഡ് ആയിട്ടും കൊടുക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അവരുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. സൈറ്റ് ID വന്നിട്ട് www.ftune.in. ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിറ്റ് ഓർഡർ ചെയ്യാട്ടോ. പിന്നെ അതേപോലെ തന്നെ Instagram ID, വാട്സ്ആപ്പ് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമന്റ് ആയിട്ടും കൊടുക്കാം. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.